കുമിഞ്ഞുകൂടുമ്പോഴും പോലീസ് നോക്കുകുത്തിയാവുന്നു. ബിനുവിന്റെ ഇലോഹിം വർഷിപ്പ് സെന്ററിലെ തട്ടിപ്പുകൾക്കെതിരെ പരാതിയുണ്ട്. സെന്ററിന് കീഴിലെ വൃദ്ധസദനത്തിലെ അന്തേവാസികൾ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കെതിരെ പരാതിയുണ്ട്. ചില ദുരൂഹ മരണങ്ങളിലെ പാസ്റ്ററുടെ പങ്കിനെപ്പറ്റി പരാതിയുണ്ട്. പത്തനംതിട്ട SHOയെ ഇരുത്തി ബിനുവിന്റെ സഹായിയായ പാസ്റ്റർ RSSനെ വെല്ലുവിളിച്ചിട്ടും തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ഗുണ്ടകൾ കൂടെയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടും പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണ്. പേരിന് ബിനുവിന്റെ കൂടെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ ഈ ഫ്രോഡ് പാസ്റ്ററെ പൊക്കാൻ പോലീസിന് ഭയമാണോ? ജന ഡിബേറ്റിൽ ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, കാസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ, സാമൂഹ്യ നിരീക്ഷകൻ അരുൺ മോഹൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്, ബിനു വാഴമുട്ടത്തിൻ്റെ മുൻ ഡ്രൈവർ രഞ്ജിത്ത് സി നായരുടെ അഭിഭാഷകൻ KJ മനു എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് മനു, രഞ്ജിത്തിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ ഈ ഫ്രോഡ് പാസ്റ്ററുടെ കള്ളത്തരങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേൾക്കാം. ഇയാളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ വളരെ ഏറെയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. രഞ്ജിത്ത് ഈ പോക്സോ കേസുമായിട്ട് എന്റെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നത്. രഞ്ജിത്തിന്റെ കേസ് ഞാൻ വ്യക്തമായി പഠിച്ചപ്പോൾ അത് കൃത്രിമമായി ഉണ്ടാക്കിയ കേസാണ്. അത് ആരോപണം എന്നാൽ ഒരു പെൺകുട്ടിയോട് ആഹാരം കഴിക്കും എന്ന് പറഞ്ഞത് മാത്രമാണ് ആരോപണം. അതിന് ഉപോത്ബലകമായിട്ട് പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു വന്നു. ഒക്കെ ഉള്ള കുറെ കള്ള ആരോപണം. പക്ഷെ ആ ആരോപണങ്ങളൊന്നും തെളിയിച്ചിട്ടില്ല. ആ മൊബൈലും ഇല്ല, അയച്ച സന്ദേശവും ഇല്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെയേറെ ആൾക്കാർക്കെതിരെ ഇദ്ദേഹം പല വിധത്തിലുള്ള കേസുകളും കൊടുത്തിട്ടുള്ളതായിട്ട് അറിഞ്ഞു. ഇന്ന് രാവിലെ ഒരു വെറ്റിനറി ഡോക്ടർ, രാജൻ എന്ന് പറഞ്ഞ വെറ്റിനറി ഡോക്ടർ, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഇദ്ദേഹം പള്ളി പണിയാൻ തുടങ്ങും. അദ്ദേഹം എതിർത്തോണ്ടാൽ നേരിട്ട് പോയി പറഞ്ഞു നിങ്ങൾ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തില്ല? അയാളുടെ കൂടെ വളരെയേറെ ഗുണ്ടകളുണ്ട്. എപ്പോഴും 3, 4, 5 ഗുണ്ടകളെ ചേർത്താണ് അദ്ദേഹം നടക്കുന്നത്. ഒരു ഗുണ്ട സെറ്റപ്പാണ്. മാനസാന്തരം വന്ന ആൾക്കാരാണെന്നാണ് ഈ ബിനു പാസ്റ്റർ അവകാശവാദം. ഒരു മാനസാന്തരവും വന്നവരല്ല, ഒരു ഗുണ്ട കേന്ദ്രമാണ്. ഒരു തരത്തിലുമുള്ള ഈശ്വരീയതയോ യാതൊരു തരത്തിലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ ബിനു പാസ്റ്റർ. വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന മനുഷ്യൻ. ആ നാട്ടുകാർക്കെല്ലാം അറിയും. ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തെ എതിർക്കുന്നുണ്ട്. പക്ഷേ നന്നായി കാശ് മുടക്കുന്നുള്ളത് കൊണ്ട് BJP ഒഴിച്ചുള്ള ബാക്കി സംഘടനകളെല്ലാം ഇദ്ദേഹത്തിന് അനുകൂലമാണ്. എല്ലാ വലിയ രാഷ്ട്രീയക്കാരും ഇദ്ദേഹത്തിന്റെ വീട്ടിലെ സന്ദർശകരാണ്. വളരെയേറെ ഒരു 200 കോടി രൂപയുടെ ആസ്തി ഇപ്പോൾ ഈ ബിനു പാസ്റ്റർക്കുണ്ട്. പലയിടങ്ങളിലായി ഞാൻ അന്വേഷിച്ചത്, പലയിടങ്ങളിലായി ഒട്ടേറെ കെട്ടിടങ്ങൾ. ചാരിറ്റി എന്ന പേരിൽ കുറച്ചു പേർക്കൊക്കെ എന്തെങ്കിലും പോയി. പക്ഷേ ചാരിറ്റിയുടെ മറവിൽ പണം തട്ടാനുള്ള ഒരു ഉപാധി മാത്രമാണ് ചാരിറ്റി. ഇന്നലെ മാത്യു ഷോമൽ ഒഫീഷ്യൽ എന്നൊരു യൂട്യൂബ് ചാനൽ ബിനു പാസ്റ്റർ വെളുപ്പിക്കാൻ ഒരു ശ്രമം. അതിൽ ബിനു പാസ്റ്റർ പറയുന്നൊരു കാര്യമാണ്, ഈ പ്രായപൂർത്തിയാകാത്ത പിള്ളേർ വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ താമസിപ്പിക്കാൻ പറ്റില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് അങ്ങനെ താമസിപ്പിക്കുന്നത് കുറ്റകരമാണ്. ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, 2 പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കി, ഓക്കെ, എന്നിട്ട് ഞാൻ പോയി അടി കൊടുത്തു. അത് സമ്മതിക്കുന്നു. ആ വീഡിയോ പലരും കണ്ടു, പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ അത് കട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അല്ല വക്കീലെ, പോലീസിന് സ്വമേധയാ കേസെടുക്കാലോ അല്ലേ? ഈ വീഡിയോ ഹാജരാക്കി കഴിഞ്ഞാൽ തന്നെ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. മാത്രമല്ല ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു SHOയെ ഇരുത്തിയിട്ടാണ്, അയാളുടെ സാന്നിധ്യത്തിലാണ് ഈ ബിനുവിന്റെ സഹായിയായിട്ടുള്ള പാസ്റ്റർ RSSനെ വെല്ലുവിളിച്ചത്. മാത്രമല്ല തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ഗുണ്ടകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പരസ്യമായി പറഞ്ഞപ്പോൾ SHOയുടെ സാന്നിധ്യമുണ്ട്.
അതും പോലീസിന് കേസെടുക്കാവുന്ന ഇതല്ലേ? തീർത്തും ചെയ്യാം. പോലീസിന് ശിവൻകുട്ട കേസെടുക്കാം. ഇയാൾക്കെതിരെ കേസെടുക്കാൻ യാതൊരു സംശയവും വേണ്ട, കേസെടുക്കാം. പക്ഷേ പോലീസ് യാതൊരു തരത്തിലും ഒരു കേസെടുക്കാനോ ചോദ്യം ചെയ്യാൻ പോലും ഈ ബിനു പാസ്റ്ററെ വിളിച്ചിട്ടില്ല. അതാണ് അത്ഭുതകരം. അയാളുടെ സ്വാധീനത്തിന്റെ വലിപ്പം നമ്മൾ അവിടെയാണ് കാണുന്നത്. നിസാരവൽക്കരിക്കരുത് അയാളെ. BJPയുടെയും ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ളവരും എല്ലാവരും ഇയാൾക്കെതിരെ നിന്നിട്ടും അയാളെ വിളിച്ചു ചോദ്യം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല പോലീസിന്. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, എന്നും പോയിട്ടുമില്ല. കാരണം പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ ദേഹോദരം ഏൽപ്പിച്ച കേസിൽ ഇയാളും പ്രതിയാകും. പക്ഷേ അയാളെ പ്രതിയാക്കിയിട്ടില്ല. ഇതിൽ രണ്ട് അയാളുടെ വേലക്കാരെ ഗുണ്ടകളെ പ്രതിയാക്കി. അല്ല, സാധാരണ ഇങ്ങനെ ഒരാൾ നടത്തുന്ന ഈ അഗതി മന്ദിരത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉടമയല്ലേ, അത് നടത്തിപ്പുകാരനല്ലേ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുക്കുക. ഇതിപ്പോൾ അയാളുടെ സഹായികളായിട്ടുള്ള 3 പേരെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം വൃദ്ധസദനം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ എങ്ങനെയാ ഈ 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാ അവിടെ എത്തിയത്? അവിടെ അന്തേവാസികളായത് എങ്ങനെയാ? വൃദ്ധസദനത്തിൽ വൃദ്ധർ മാത്രമേ ഉള്ളൂ. ബാലസദനമാണെങ്കിൽ ബാലന്മാർ മാത്രമേ ഉള്ളൂ. തന്നെ ബാലസദനം നടത്തണമെങ്കിൽ അതിനുള്ള ഒത്തിരി നിയമപരമായ നടപടികളുണ്ട്. ബിനു പാസ്റ്റർ വീട്ടിൽ പിള്ളേരെ താമസിപ്പിച്ചു അവകാശപ്പെടുന്നത്. അങ്ങനെ താമസിപ്പിക്കാൻ പറ്റുമോ? രക്തബന്ധമില്ലാത്ത അല്ലെങ്കിൽ അച്ഛനും അമ്മയല്ലാത്ത മറ്റൊരാൾക്ക് ഒരു കുട്ടിയെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അത് കുറ്റകരമാണ്. അത് അയാളുടെ വീഡിയോയിൽ കൂടെ സമ്മതിക്കുന്നുണ്ട്. ആ കുട്ടിയെ അടിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, പോലീസിന് തെളിവുണ്ട്. പക്ഷെ പോലീസ് കേസെടുക്കുന്നില്ല. JJ ആക്ട് അനുസരിച്ച് ഇയാൾക്കെതിരെ കേസെടുക്കാം, പക്ഷെ എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? അതാണ് അത്ഭുതകരം. നമ്മുടെ ഈ നാട്ടിൽ എന്തും കാണിക്കാം, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ BJPക്കാർക്കെതിരെ വലിയ ആരോപണമായിട്ട് നടക്കണം. BJP പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഒരു സ്ത്രീയാണ്, അവരെ പരസ്യമായി അധിക്ഷേപിക്കുക. BJP പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് പരസ്യമായി അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, മാപ്പ് മാപ്പ് മാപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിലക്കെടുത്ത് കാണില്ലേ? അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയുള്ള സ്ത്രീ അല്ല അല്ലേ? ഈ സ്നേഹപ്പച്ച അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, സ്നേഹപ്പച്ച എന്ന് പറയുന്നത് വേറെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ലേഖ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവരെന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അത് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടോ BJPയുമായിട്ടോ RSSുമായിട്ടോ ഒരു ബന്ധമുള്ള സ്ത്രീയല്ല. അല്ല അത് തെറ്റിദ്ധരിക്കരുത്. അത് ഒരു സ്ത്രീ, ഒരു ബന്ധമുള്ള സ്ത്രീയല്ല. അല്ല, ഞാൻ അന്വേഷിച്ചപ്പോ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അന്ന് ഈ പാസ്റ്റർക്കെതിരെ ഉണ്ടായിരുന്ന സമരം ഉണ്ടായിരുന്നു. പാസ്റ്റർക്കെതിരെ ഒരു സമരം ഉണ്ടായിരുന്നല്ലോ. ആ സമരത്തിൽ ഈ പങ്കെടുത്തൊരു സ്ത്രീയാണ് ഇത് എന്നാ പറഞ്ഞത്. അല്ല, അത് പലരും വന്നു, അതിന്റെ കൂട്ടത്തിൽ ഈ സ്നേഹപ്പച്ചയും വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്നേഹപ്പച്ചയ്ക്ക് BJPയുമായിട്ടോ RSSുമായിട്ടോ സംഘപരിവാർ സംഘടനയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവരെന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു എനിക്കറിയത്തില്ല. അവരെന്തിനാ അവിടെ വന്ന് സമരം നടത്തിയെന്നോ എനിക്കറിയത്തില്ല. അതൊന്നും അറിയത്തില്ല. പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, BJPയുമായിട്ട് യാതൊരു ബന്ധവും. അത് സത്യമാണ്.